അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. കാരണം മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം മുമ്പും പരാമർശം നടത്തിയിരുന്നു. പക്ഷേ അതിനെ പിന്നീട് മുഖ്യമന്ത്രി ന്യായീകരിക്കാറുണ്ടായി. അതുകൊണ്ടാണ് കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ അദ്ദേഹത്തിന് നൽകിയ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പിന്തുണയാണ്. ഇന്ന് വീണ്ടും മന്ത്രി വാസവന്റെ സ്റ്റേറ്റ്മെന്റ് കുറെ കൂടെ ഇതിൽ വെള്ളാപ്പള്ളിയെ അനുമോദിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ജാതി മത ചിന്തകൾക്ക് അതീതമായി ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് SNDP എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ടാണ് തികച്ചും വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത്. അത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അത് ഭാവിയിലെങ്കിലും അദ്ദേഹം അത് തിരുത്തണം എന്നാണ് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ പിൻബലം മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി അന്ന് നടത്തിയ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട്, അന്ന് മലപ്പുറം പരാമർശത്തിൽ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയാണ് കൂടുതൽ മലപ്പുറത്തിനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ അത് പറയാൻ പാടില്ല. അതുകൊണ്ട് ജാതി മത വിഭാഗങ്ങളെ ഒരുപോലെ കാണേണ്ട ഒരു പ്രസ്ഥാനമാണ് SNDP. അതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിയത് വളരെ ദൗർഭാഗ്യകരമാണ്. അത് അദ്ദേഹം തിരുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.